എല്ലാവർക്കും നമസ്കാരം. സൂര്യാവിഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തനി നാടൻ രസം ഉണ്ടാക്കാം. നല്ല പഴുത്ത തക്കാളി നോക്കിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഒരു പാത്രത്തിലേക്ക് ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം. ഞാൻ വളരെ ചെറിയ അളവിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ചെറിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക, പിന്നെ സ്വല്പം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. 3 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. വെളുത്തുള്ളി തൊലിയോടുകൂടി തന്നെ ചതച്ചിടുന്നവരുണ്ട്, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഇനി നമുക്കിത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പുളിവെള്ളം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് സ്വല്പം ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. രസത്തിൽ കായത്തിൻ്റെ കട്ട ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അത് കുറച്ച് എണ്ണയിൽ വറുത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. പൗഡർ പോലെ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് നമ്മുടെ രസത്തിൽ കിടന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഇനി വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില നന്നായിട്ട് കഴുകി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിക്കുന്നത് നമ്മുടെ രസത്തിനായിട്ട്. ഇത് അടുപ്പിലേക്ക് നമുക്ക് വെച്ചിട്ട് തിളപ്പിക്കുക. നന്നായി വെട്ടി തിളച്ചാലാണ് നമ്മളുടെ ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടയുള്ളൂ. അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആയിട്ടുണ്ട്. നമുക്കിതിന് തീ ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പിലയും വറ്റൽമുളകും ചേർത്ത് നന്നായിട്ട് അത് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്കിത് രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി തനി നാടൻ രസം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള രസത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.